സുജയ പാർവതിയെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്ന സുജയ പാർവതി ഇനി അടുത്തതായിട്ട് പുതിയ തുടങ്ങാൻ പോകുന്ന ഒരു ചാനലിൽ പ്രവേശിക്കുന്നു എന്ന തരത്തിൽ വാർത്തകളുണ്ട്. അതിൽ തന്നെ നിലവിൽ നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സുജയ സപ്പോർട്ട് ചെയ്തത് BJP എന്ന് പറയുന്ന പാർട്ടിയെ തന്നെയായിരുന്നു. അതിൽ ഒരുപാട് തരത്തിലുമുള്ള വിമർശനങ്ങൾ സുജയ കേട്ടു. അതോടൊപ്പം തന്നെ അതിനുള്ളിൽ നിന്ന് തന്നെ സ്മൃതിയോടും അരുണിനോടും ഒപ്പം തന്നെ പയറ്റി നിന്ന ഒരു വ്യക്തിയായിരുന്നു സുജയ പാർവതി. എന്നാൽ ആ സുജയ ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം BJPയിലേക്ക് ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു എന്ന തരത്തിലും വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുജയ ഒരു പുതിയ ചാനലിലേക്ക് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ സുജയ ഇനി ഈ പറയുന്ന തരത്തിൽ BJPയിലേക്ക് ചേർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സുജയെ പോലെ ഒരാള് ഈ പറയുന്ന രീതിയിൽ BJPയിലേക്ക് എത്തണം, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഈ പറയുന്ന രീതിയിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും BJPക്കുള്ളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുമുള്ള സർപ്രൈസിങ് കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത പലരും ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നു, BJPയിലേക്ക് ജോയിൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നു. ആ കൂട്ടത്തിൽ ഇനി മറ്റൊരു സർപ്രൈസിംഗ് ആയിട്ട് ഈ പറയുന്ന തരത്തിൽ സുജയ പാർവതി കൂടി ഇനി BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തന്റെ മാധ്യമ പ്രവർത്തനത്തിലൂടെ തന്നെയും BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംഘി എന്നുള്ള തരത്തിൽ പട്ടം പലരും ചാർത്തിക്കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് സുജയ പാർവതി. ആ സുജയ പാർവതി ഇനിയിപ്പോൾ BJPയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനാണ്. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങിയതിന് ശേഷം സുജയ പാർവതി ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പല രീതിയിലുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെയും സുജയ പാർവതി അതിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങി ഇനി അടുത്ത നീക്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ പലതരത്തിൽ കേൾക്കുന്നുണ്ട്. അതിൽ തന്നെ മറ്റൊരു പുതിയ ചാനൽ ജോയിൻ ചെയ്യാൻ പോകുന്നതും, അതോടൊപ്പം തന്നെ BJPയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു, BJP സ്ഥാനാർത്ഥിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന വാർത്തയും ചൂട് പിടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് UDF LDFിൽ നിന്നും പലരും BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ BJPയിലേക്ക് എത്തിക്കാനായിട്ടുള്ള നീക്കങ്ങൾ BJPയിൽ നിന്നും നടക്കുമ്പോൾ പോലും ഈ പറയുന്ന തരത്തിൽ സുജയ പാർവതിയും അതിൽ പെടുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയാം.